മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച് 10 വർഷം കഴിഞ്ഞപ്പോൾ നബിയുടെ താങ്ങും തണലുമായിരുന്ന മുത്താപ്പ മരണപ്പെട്ടു. അതിന്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിയ പത്നിയായ ഖദീജ ബീവിയും മരണപ്പെട്ടു. പ്രിയപ്പെട്ട രണ്ടാളും നഷ്ടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ പ്രയാസപ്പെടുകയും ആ വർഷം ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. മക്കയിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് എല്ലാവരുടെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലും ഒക്കെ സഹിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കുടുംബക്കാരൊക്കെ ഉള്ള ത്വായിഫിലേക്ക് യാത്ര പോയി. പക്ഷേ ത്വായിഫിലുള്ള ആളുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് ശരീരത്തിൽ ഏൽപ്പിച്ച് അവിടുന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകനോട് വന്നിട്ട്, പ്രവാചകരെ, താങ്കൾക്ക് അള്ളാഹുവിന്റെ സലാം എന്ന് പറയുകയും താങ്കൾക്ക് ലോകത്തിലെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയാണ്. മസ്ജിദുൽ ഹറമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ മുൻ പ്രവാചകന്മാരെല്ലാം നബിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരോടുകൂടി 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തു. നമസ്കാര ശേഷം പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറാഖ് എന്ന വാഹനത്തിൽ കയറി പിന്നീട് പോയത് ആകാശയാത്രക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആകാശഭൂമികളെ അടക്കി പതിക്കുന്ന ദയാപരനും കാരുണ്യവാനുമായ അള്ളാഹുവിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുകയും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിനെ നേരിൽ കാണുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലേ? ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹു അവിടെ നിന്ന് നൽകിയ ഒരു സമ്മാനമാണ് നമ്മുടെ 5 നേരത്തെ നമസ്കാരം. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് 5 നേരം നമസ്കരിച്ചുകൊണ്ട് പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും അവസരം ലഭിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.